പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഒമാനിൽ വൈദ്യുതി നിരക്ക് പുതുക്കി. പുതിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. പബ്ലിക് സർവീസസ് റെഗുലേഷൻ അതോറിറ്റിയാണ് പുതുക്കിയ വൈദ്യുതി നിരക്കുകൾ പ്രഖ്യാപിച്ചത്. വൈദ്യുതി കണക്ഷനും വിതരണത്തിനുമുള്ള കോസ്റ്റ് റിഫ്ലക്റ്റീവ് താരിഫിലെ നിരവധി വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതായി പബ്ലിക് സർവീസസ് റെഗുലേഷൻ അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ സാലിം ബിൻ നാസർ അറിയിച്ചു. 4000 കിലോവാട്ട് വരെയുള്ള വൈദ്യുതി ഉപഭോഗത്തിന് കിലോവാട്ടിന് 14 പൈസയും 4000-നും 6000-നും ഇടയിലുള്ള ഉപഭോഗത്തിന് കിലോവാട്ടിന് 18 പൈസയുമാണ് ചാർജ് ഈടാക്കുക. 6000 കിലോവാട്ടിൽ കൂടുതലുള്ള ഉപഭോഗത്തിന് കിലോവാട്ടിന് 32 പൈസയാണ് ചാർജ് ഈടാക്കുക. പബ്ലിക് സർവീസസ് റെഗുലേഷൻ അതോറിറ്റി അംഗീകരിച്ച ലൈസൻസിയുടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ചട്ടങ്ങൾ അനുസരിച്ചായിരിക്കും ചാർജ് ഈടാക്കുന്നത്. ഈ താരിഫുകളിൽ മീറ്ററിന്റെ മൂല്യം, കണക്ഷൻ ആക്സസറികൾ, ഊർജ്ജ സ്രോതസ്സിനും വരിക്കാരന്റെ പ്രോപ്പർട്ടിക്കും ഇടയിലുള്ള സർവീസ് കേബിൾ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ലേബർ ചെലവുകൾ എന്നിവ ഉൾപ്പെടുന്നില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്റ്റുഡൻസ് വിസ അനുവദിക്കുന്നതിനുള്ള പുതിയ നിയമം പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ. ജനുവരി 1 മുതൽ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ പുതുക്കിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ പാലിക്കണം. ഓസ്ട്രേലിയയിൽ സമർപ്പിക്കുന്ന സ്റ്റുഡൻസ് വിസ അപേക്ഷകളുടെ ഭാഗമായി ആഭ്യന്തരകാര്യ വകുപ്പ് ഇനി പ്രവേശന വിശദാംശങ്ങൾ, ട്യൂഷൻ ഫീസ്, പ്രാരംഭ തീയതി, സ്റ്റുഡൻസ് വിസ അപേക്ഷയ്ക്കായുള്ള വ്യവസ്ഥകൾ എന്നിവ വ്യക്തമാക്കുന്ന ലെറ്റർ ഓഫ് ഓഫർ സ്വീകരിക്കില്ല. പകരം വിദേശ വിദ്യാർത്ഥികൾക്ക് എൻറോൾമെന്റ് സ്ഥിരീകരണം നൽകേണ്ടതുണ്ട്. ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കോഴ്സിൽ വിദ്യാർത്ഥിയുടെ എൻറോൾമെന്റ് സ്ഥിരീകരിക്കുന്ന ഒരു ഇലക്ട്രോണിക് രേഖയാണ് എൻറോൾമെന്റ് സ്ഥിരീകരണം. വിദ്യാർത്ഥി പ്രോഗ്രാം, അതിന്റെ ചെലവ്, കാലാവധി എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിൽ നൽകുന്നു. എൻറോൾമെന്റ് സ്ഥിരീകരണമില്ലാതെ സമർപ്പിച്ച അപേക്ഷകൾ അസാധുവായി കണക്കാക്കും. ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രത വർദ്ധിപ്പിക്കുന്നതിനും അപേക്ഷകർ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആത്മാർത്ഥമായി പ്രതിജ്ഞാബദ്ധരാണെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ലെറ്റേഴ്സ് ഓഫ് ഓഫറിൽ നിന്ന് എൻറോൾമെന്റ് സ്ഥിരീകരണത്തിലേക്കുള്ള മാറ്റം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ പെട്രോൾ ഡീസൽ വില മാറ്റമില്ലാതെ തുടരും. പുതുവർഷത്തിലും ഡിസംബറിലെ നിരക്ക് തുടരുമെന്ന് ഇന്ധന വില സമിതി അറിയിച്ചു. ജനുവരി മാസത്തിലും ഡിസംബറിലെ ഇന്ധനവില തന്നെ തുടരുമെന്ന് UAE ഇന്ധനവില സമിതി അറിയിച്ചു. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 2.61 ദിർഹമായി തുടരും. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 2.50 ദിർഹം തന്നെയായിരിക്കും വില. E+ പെട്രോൾ ലിറ്ററിന് 2.43 ദിർഹമായി നിലനിർത്തും. ഡിസംബറിലെ നിരക്കിനനുസൃതമായി ഡീസൽ ലിറ്ററിന് 2.68 ദിർഹമായി തുടരും. പുതുവർഷത്തിൽ ഇന്ധനവില കൂടിയില്ലെന്ന ആശ്വാസത്തിലാണ് രാജ്യത്തെ വാഹന ഉപയോക്താക്കൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള വ്യാപാരം ശക്തി പ്രാപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ പുതുവർഷത്തിൽ വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഈ വർഷം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള വ്യാപാരം ശക്തി പ്രാപിച്ചു. ഉഭയകക്ഷി വ്യാപാരം ഈ വർഷം $19 ബില്യൺ ആയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനരാരംഭിച്ചതിന്റെ 30ാം വാർഷികം കൂടിയായിരുന്നു 2024. ദക്ഷിണാഫ്രിക്ക പ്രാദേശിക സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നിരവധി ഉന്നത ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ ഇവന്റുകൾ സംഘടിപ്പിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ സാന്നിധ്യമുള്ള 150 ഇന്ത്യൻ കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യ ബിസിനസ് ഫോറത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ബിസിനസ്സുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രത്യേക മീറ്റിംഗുകൾ സംഘടിപ്പിച്ചതായും അധികൃതർ പറഞ്ഞു. ഇന്ത്യ SA ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉദ്ഘാടന വേളയിൽ ഇന്ത്യയുമായുള്ള വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിന് തന്റെ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് ദക്ഷിണാഫ്രിക്കയിലെ വ്യാപാര വ്യവസായ മന്ത്രി പാക് സ്റ്റൗ പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയുമായുള്ള സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സെമിനാറിൽ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാകാൻ പൗരന്മാരെ ശാക്തീകരിക്കുന്നതിൽ ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ പുതുവർഷത്തെ വരവേൽക്കാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. 53 മിനിറ്റ് ദൈർഘ്യമുള്ള കരിമരുന്ന് പ്രകടനത്തിനൊപ്പം 6000 ഡ്രോണുകൾ ആകാശത്ത് പറന്നുയരും. UAE-യുടെ വിവിധ ഇടങ്ങളിൽ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി. അബുദാബി ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിലാണ് 53 മിനിറ്റ് ദൈർഘ്യമുള്ള കരിമരുന്ന് പ്രകടനം നടക്കുക. നിരവധി ലോക റെക്കോർഡുകൾ ഈ കരിമരുന്ന് പ്രയോഗം തിരുത്തിക്കുറിക്കും. 6000 ഡ്രോണുകൾ അണിനിരക്കുന്ന ഡ്രോൺ ഷോയും ഇന്ന് രാത്രിയുണ്ടാകും. എമിറേറ്റ്സ് ഫൗണ്ടൻ സ്റ്റേജിൽ അതിമനോഹരമായ ലേസർ ലൈറ്റ് ഷോയും അരങ്ങേറും. ദുബായിലെ ബുർജ് ഖലീഫയിൽ 9 മിനിറ്റ് നീണ്ടുനിൽക്കുന്ന കരിമരുന്ന് പ്രയോഗമാണ് ഒരുക്കിയിരിക്കുന്നത്. ജുമൈറ ബീച്ച് റെസിഡൻസ്, ബർദുബായ് അൽസീഫ് സ്ട്രീറ്റ്, ഗ്ലോബൽ വില്ലേജ്, ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് എന്നിവിടങ്ങളിലും ന്യൂ ഇയർ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ സിറ്റിയിലും ഗ്ലോബൽ വില്ലേജിലും സംഗീത സദസ്സും അരങ്ങേറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.